ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പഴംപൊരി ആണോ എന്ന് ചോദിച്ചാൽ പഴംപൊരിയാണ്, പഴംപൊരി അല്ലേ എന്ന് ചോദിച്ചാൽ പഴംപൊരി അല്ല കേട്ടോ. അപ്പോൾ അതുപോലൊരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായില്ല, വെറൈറ്റിയാണ് സംഭവം, വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യുക. അത് കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിറച്ചില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ഒരു കയ്യിലിന് ചെറിയൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം പാകത്തിന്. ഒരു 1/4 സ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിരിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കണം. പക്ഷെ അത് വീഡിയോയിൽ കാണാനില്ല, സ്കിപ്പായി പോയിക്കണം. സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും, അല്ലാതെ ഓട്ടോമാറ്റിക്കലി അത് പോകില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് എനിക്ക് പറ്റണ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ കേട്ടോ. പിന്നെ അതിലുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. നമ്മളിത് വെള്ളത്തിലല്ല കുഴച്ചെടുക്കണത്, പാലിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു വിസ്കൊക്കെ ഇട്ട്, വിസ്കോ സ്പൂണോ കയ്യോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ടല്ലാതെ ഉടച്ചെടുത്താൽ മതി. ഇത് നല്ല തിക്കായിട്ടല്ല വേണ്ടത്, നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. നമ്മൾ കട്ട്ലറ്റൊക്കെ മുക്കി പൊരിക്കാൻ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കില്ല ലൂസിൽ, അതിനെക്കാട്ടി ഒരു ഇത്തിരി കട്ടിയിൽ, എന്നാലിട്ട് ഓവറായിട്ട് ലൂസും ആവണ്ട, നല്ല അങ്ങോട്ട് ടൈറ്റും ആവണ്ട, ആ ഒരു പാകം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തിളപ്പിച്ച് പാലൊന്നുമല്ല, സാധാ പാക്കറ്റിൽ നിന്ന് ഇപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ. പാല് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ചെയ്യണവർക്കൊക്കെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ ഐഡിയ വരില്ലേ. അപ്പോൾ ഞാൻ ബാക്കി പാലും കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ ബാറ്റർ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒരു ഇതും കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഇത്ര ബാറ്റർ ഉണ്ടാക്കിയത്. എനിക്ക് 4 പഴം ഞാൻ പൊരിച്ചെടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ 4 പഴമുള്ളൊരു ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി, എന്നാൽ തന്നെ നമുക്ക് നല്ല പാകമാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതിൽ ബാക്കി മാവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടി മൈദപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി കട്ടിയാക്കിയിട്ട് ലെയറപ്പം ഉണ്ടാക്കുമല്ലോ നമ്മൾ, ആവിയിൽ വേവിച്ചിട്ട് ലെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് 2 കോഴിമുട്ടയും കൂട്ടി കുറച്ച് മൈദയും കൂട്ടിയിട്ട് അടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിലേക്ക് എടുത്തിക്കണ പഴം മുറിച്ചെടുക്കണത് നമ്മൾ സാധാ പഴംപൊരിക്ക് മുറിച്ചെടുക്കണ മാതിരിയല്ല, ഇതേ മാതിരിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിക്കണത്. ഒരു പഴം 4 പീസാക്കിയിട്ട്, അപ്പോൾ നടു ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തിക്കണം. അപ്പോൾ നമുക്ക് 8 പീസ് കിട്ടും, നമുക്ക് എല്ലാവർക്കും എത്തിക്കണ്ടേ. അപ്പോൾ 4 പീസാക്കണവരാക്കിക്കോളി, 8 പീസാക്കണവരാക്കിക്കോളി. എനിക്ക് ഒന്നും കൂടി ഭംഗി തോന്നിയിരിക്കുന്നത് 8 പീസാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാ പഴവും ഞാൻ ഇതേപോലെ മുറിച്ചിട്ടുണ്ട്. നല്ല സ്പീഡ് കൂട്ടിയിട്ടിക്കണം കേട്ടോ. സ്പീഡ് കുറച്ചിട്ടാൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നത് പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്പീഡ് അങ്ങോട്ട് കൂട്ടിയിട്ട്, അപ്പോൾ ആർക്കും ബോറടിക്കാൻ പാടില്ലല്ലോ നമ്മളെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ എടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ ക്യാമറൻ്റെ മുന്നിലെത്തിയപ്പോൾ കയ്യിൽ നിന്ന് ചാടി. അപ്പോൾ ഞാൻ 5 ബ്രെഡോ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെള്ളമൊക്കെ തുടച്ചിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കട്ടോ. എനിക്ക് തന്നെ എപ്പോഴും അബദ്ധം പറ്റുന്നതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ, നമ്മൾ പിന്നെ അബദ്ധത്തിൻ്റെ ആളാണല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ മിക്സി തുടക്കാതെ ഇട്ടിട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് നോക്കിയപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആർക്കും പറ്റണ്ട. അപ്പോൾ നല്ലോണം പിന്നെ മിക്സിൻ്റെ ഉള്ളൊക്കെ തുടച്ചിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നമ്മളെ പഴമൊക്കെ എടുത്തുക്കാണ്ട് നമ്മളെ മാവിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ മുക്കിയെടുക്കുക, ഇതേപോലെ തോനിട്ടിട്ട് വേണമെങ്കിൽ മുക്കിയെടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ എന്താ ചെയ്യണത് അത് നമ്മളെ ഇഷ്ടമാണ്, എങ്ങനെയാണ് ഇട്ടെടുക്കേണ്ടതെന്നൊക്കെ കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തുക്കാണ്ട് നേരെ ബ്രെഡ് ക്രംസ് എടുക്കുക, ഉരുട്ടിയെടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നാലും ഇത് പഴം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഇതേപോലെ ഓരോന്നിങ്ങനെ
ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മാവ് കൂടിപ്പോയതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് അതിമണ്ട് ഒട്ടിയിട്ട് ഒന്നാകെ എന്താ പറയുക കുഴഞ്ഞ് പോവും. അപ്പോൾ നമുക്ക് ആ ക്രിസ്പിയിൽ കിട്ടൂല. ഒരു കുഴഞ്ഞ മാതിരി ഒരു പരുവത്തിലേക്കാരം എടുക്കുക. നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ 4 ഭാഗത്തേക്ക് ബ്രെഡ് ക്രംസ് അതിൻ്റെ പണിക്കണ്ട് പോവും. പിന്നെ നമുക്ക് പിടിച്ചെടുത്തും വലിച്ചെടുത്തൊന്നും മൂപ്പര കിട്ടൂല. അപ്പോൾ നമ്മൾ കുറച്ചൊരു ലൂസാക്കിയിട്ട് തന്നെ ബാറ്റർ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ഇതേമാതിരി തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ പറയുന്ന നേരത്തെങ്കിലും ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പുതിയ കുറേ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ബെൽ ബട്ടൺ ഓണാക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ചട്ടി ചൂടാക്കാനൊക്കെ വെച്ചിക്കണ്. അപ്പോൾ ഞാനിത് ചൂടായാൽ നോക്കിയിട്ട് എനിക്കൊരു ആത്മസംതൃപ്തി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞ് കഷ്ണം എടുത്തുകൊണ്ട് അതിൽ ഇട്ടുകൊടുത്ത് അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക, പൊരിച്ചെടുക്കുക. പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാക്കണം കേട്ടോ. തീ ചൂടാക്കണം എന്നാണ് പറഞ്ഞത്. എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിക്ക് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്ക് പഴം ഒന്ന് ഉള്ളിൽ വെന്ത് കിട്ടണം. പഴം അല്ലാന്നുണ്ടെങ്കിൽ എന്താ ബ്രെഡ് ക്രംസ് നല്ലോണം കരിഞ്ഞണ്ട് പോവും, പഴം വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴഞ്ഞ് കുത്തിയിട്ടേക്കാരം നമുക്ക് സ്നാക്സ് കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പഴമൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് അയക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പിയാണ്, എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ഇടുമ്പോൾ തന്നെ നല്ല കറുമുറ സൗണ്ടൊക്കെ വന്നിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇത് എങ്ങനെയുണ്ട് കഴിക്കാനെന്നുള്ളത്. ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. പിന്നെ പഞ്ചസാര ഞാൻ പറഞ്ഞ അതേ അളവ് തന്നെ ഇടണം എന്നില്ല. നിങ്ങൾക്ക് മധുരം പഴത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാവിൽ മധുരം കൂട്ടി കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പഴത്തേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഇപ്പം ഞാൻ ഇട്ടുകൊടുത്ത ഓവറായിട്ട് ഞാൻ മധുരം ഇട്ടുകൊടുക്കായിരുന്നു. ഇട്ടുകൊടുത്താൽ നമ്മൾ തന്നെ തിന്നും, പിന്നെ നമുക്ക് പണിയായിട്ട് വരും. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടിൽ കിലോ എന്നുള്ള സൗണ്ടിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും പണിയുള്ളൂ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ. സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതാ എല്ലാതും ഇതേപോലെ തന്നെ പൊരിച്ച് കോരി എടുക്കുകയാണ്. 3-4 ട്രിപ്പായിട്ട് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രമുള്ള സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പാലൊക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് പാൽ അതിനൊക്കെ അടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതേറ്റ് ഒരു പലഹാരമല്ല 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് ബാക്കി വന്ന മാവായിട്ട് ഞാൻ വേറൊരു പലഹാരം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി കുറച്ച് മൈദയും കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ല ബോളായിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യട്ടോ. നല്ല ബജി മൈദയൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ പിന്നെ നമുക്ക് സഹിക്കൂലല്ലോ. ഒരു കട്ടൻ ചായയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിന്ന് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ. പക്ഷേ ചൂടൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അപ്പം തന്നെ ഒക്കെ കഴിച്ച് ഇതാക്കൂട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിലും നല്ലൊരു അടിപൊളി സിമ്പിൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.